ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. ഈ ഒരു ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അവിടെ നമ്മളെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് തരാൻ അവിടെ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ ഈ ഒരു പ്രോജക്റ്റുമായി നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഗൈഡൻസും എല്ലാം തന്നുകൊണ്ട് നമ്മളെ വലിയൊരു സക്സസിലേക്ക് എത്തിക്കാൻ ഈ ഒരു വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. ഇത് വിജയിച്ച ജേതാക്കളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. ഇവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് സിഇഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യിക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം കൂടിയാണിത്. ബി എ സ്മാർട്ട് കൺസ്യൂമർ. നമ്മളൊക്കെ കൺസ്യൂമർ ആണ്. ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും എന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. വാട്ട് ഈസ് യുവർ ഡ്രീംസ്? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന്. നമുക്കെല്ലാം ഒട്ടനവധി സ്വപ്നങ്ങളുണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കും എല്ലാം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ഡ്രീംസ് എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലെ. എങ്കിലും എല്ലാവരിലും കാണപ്പെടുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്യാഷ് ഉണ്ടാവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇന്ന് ഉണ്ടാവില്ല അല്ലെ. അതുപോലെ ഡ്രീം കാറുകൾ സ്വന്തമാക്കുക, വിദേശ ടൂർ പോവുക, അതുപോലെ നല്ലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നതൊക്കെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. എങ്കിൽ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഈ കാണുന്നതെല്ലാം നമുക്ക് ഒരു കുടക്കീഴിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും കണക്ട് ആയിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറെ എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം. വട്ട് യു ഗെറ്റ്, ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ജോലിയെ ഒന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നേടിയെടുക്കാനുള്ള ഒരു വലിയൊരു അവസരം ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. ഒരു ഒട്ടനവധി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. നമ്മൾ എത്ര തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെ നമുക്കൊരു ഡെയിലി 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രീ അല്ലാതെ ഇരിക്കില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഫ്രീ ടൈം നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇരുന്ന് മറ്റുള്ളവരുടെ റീൽസിനൊക്കെ നമ്മൾ കമന്റ് കൊടുത്തും ഷെയർ ചെയ്തും അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനത്തിന് പുറകെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ നമുക്ക് വലിയൊരു പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഗുഡ് ഹെൽത്ത് നമുക്ക് ലഭ്യമാണ്. അതായത് നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്നത് എന്താണ്? രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ രോഗം വരാതെ സംരക്ഷിക്കാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വരും സിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. ലിവ് എ ലെഗസി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമുക്കും നമ്മുടെ 3 തലമുറകൾക്ക് കൈമാറ്റം ചെയ്തു കൊടുത്തുകൊണ്ട് അവർ നമ്മളെ ഓർത്തു വെക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ, ഒരു ലെജൻഡ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഏർലി റിട്ടയർമെന്റ്, നമുക്ക് നേരത്തെ വിരമിക്കാൻ സാധിക്കും. കാരണം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ഗവൺമെന്റ് പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 60-65 വയസ്സ് വരെയൊക്കെ ഒരു ജോബിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്ത് നമ്മുടെ നല്ല ടൈം മൊത്തം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ ആ ഒരു 65 വയസ്സിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം ഒരുപാട് ക്ഷയിച്ചിട്ടുണ്ടാകും, നമ്മുടെ ടൈം ഒരുപാട് പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാട് ബാക്കിയായിട്ടുണ്ടാവും. നമുക്ക് ബാധ്യതകൾ മാത്രം ആയിക്കൊണ്ടായിരിക്കും പലരും റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുന്നുണ്ടാവുക. പക്ഷേ ഇതിലൊരു സിസ്റ്റമാണുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 വർഷം കൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനും ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മളൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് വിന്നിംഗ് ടീം എന്നൊരു ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്.
തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നും യാതൊരുവിധ പ്രശ്നവുമല്ല. വിന്നിംഗ് ടീം എന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് വേണ്ടത്ര ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ പോലും നമുക്കൊരു വികസനം നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാണ്. അതുപോലെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. പക്ഷേ വിദേശ ടൂർ എന്നത് ആഗ്രഹമുണ്ടായാലും പക്ഷേ അത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം ഒതുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. പക്ഷേ നമുക്ക് ഈ വർഷത്തിൽ 3 വട്ടം ഈ ഒരു പ്രോജക്റ്റിലൂടെ ടൂർ പോകാനുള്ള വിദേശ ടൂറുകൾ പോകാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരെ എപ്പോഴും സഹായിക്കുക എന്നത് നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് എക്സ്പെൻസ് എല്ലാം വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അവരെ സഹായിക്കുക എന്നത് നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നാണ്. 2004 ഡൽഹി ബേസ്ഡ് പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രോഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ് ആണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ് അല്ല. 20 വർഷം വളരെ സക്സസോടുകൂടി പൂർത്തീകരിച്ച് 21ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇന്ന് നിലവിൽ 450ഓളം ഓൺ പ്രോഡക്റ്റുകൾ, 5000-ലേറെ ഓഫീസുകളും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറുമാണ് ഈ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടുള്ളത്. ഇതിലെ ഫൗണ്ടേഴ്സ് ആണ് ഈ പിക്ചറിൽ കാണുന്ന മിസ്റ്റർ ഗൗതം വാരി സാർ, അതുപോലെ കൺവർ ബിർസിംഗ് സാർ, ദീപക് സൂഡ് സാർ. ഇത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ്. വേൾഡിലെ 38ാമത്തെ പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അതുപോലെ സ്ഥിരമായിട്ട് മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ യാതൊരു ടെൻഷനോ റിസ്കോ ഒന്നും നമുക്ക് വരാനില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന, ഐവറി കോസ്റ്റ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ നിലവിൽ റൺ ചെയ്തു വരുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി. നമ്മളൊക്കെ കസ്റ്റമർ ആണല്ലേ. ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പല കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള പല പ്രോഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളും നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര വിലയായാലും നമ്മൾ കമ്പനി നോക്കാതെ, ക്വാളിറ്റി നോക്കാതെ എല്ലാം നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ ഒരു കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഇത് കൂടാതെ പരസ്യക്കാര്, ഇവരുടെ എല്ലാം കൈകൾ മറിഞ്ഞിട്ടാണ് ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തുന്നത്. സെലിബ്രിറ്റീസ് ഒക്കെ പരസ്യം ചെയ്യുന്നു, നമ്മളൊക്കെ ടിവിയിലും ചാനലിലും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. നമ്മൾ അവരിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പോയി വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അതിലൂടെ ലഭിക്കുന്നുണ്ടാവും. ഇതിൽ ഈ കമ്പനിക്ക് വെറും 40% തുക മാത്രം മേക്കിംഗ് കോസ്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റിനെ കമ്പനി തീർത്തും ഈടാക്കുന്നത് 100 രൂപയാണ്. 60% തുക പോകുന്നത് ഈ പറയപ്പെടുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ്. അതും നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് കമ്പനി ഇവർക്കെല്ലാം കൊടുക്കുന്നത്. അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ കൊടുക്കുന്നു. നമ്മളിലൂടെയാണ് ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇന്ന് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രീതി ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഡയറക്ട് സെല്ലിംഗ്. ഇവിടെ വെസ്റ്റേജ് കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരുമില്ല. കമ്പനിയും നമ്മളും നേരിട്ടുള്ള ഒരു ഇടപാടാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. കമ്പനിക്ക് ഇവിടെയും ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിൽ 60% തുക ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി കമ്പനി വീതിച്ചു കൊടുത്തു എങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലേക്ക് വരുമ്പോൾ ഈ 60% തുക കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളിലേക്ക് വീതിച്ചു തരുന്ന ഈ ഒരു മെത്തേഡിനെയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ഷോപ്പിനെ ഒന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി തന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഈ ഒരു കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു പാർട്ടായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഒരു കൺസ്യൂമറായി നിൽക്കുമ്പോൾ തന്നെ 50% ബെനിഫിറ്റ് ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. MRP 10 to 20 ഓഫ്. അതുപോലെ MRP പ്രൈസിൽ നിന്നും 10 മുതൽ 20, 35% വരെയൊക്കെ ഓഫിലാണ് കമ്പനി നമുക്ക് പ്രോഡക്റ്റ് നൽകുന്നത്. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%, ക്യാഷ് ബാക്ക് 5 to 60%. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5%-ലായിരിക്കും, പിന്നെ അത് 8, 12, 16 വരെ പോകുന്നുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് 10-ാം തീയതി കമ്പനി നമുക്കൊരു ക്യാഷ് ബാക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, നമുക്ക് ഇഷ്ടമല്ല എന്ന കാരണസഹിതം വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി നമുക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പ്രത്യേകതയാണ് കൺസിസ്റ്റൻസി ഓഫർ. അതായത് നമ്മളൊരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിരിക്കുക. നിലവിൽ നമ്മൾ സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആണല്ലേ, നമുക്ക് വേണ്ട പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ തൊട്ടടുത്ത ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് വരെ ഒരു ഫ്രീ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ലാഭമോ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമോ നിങ്ങൾക്ക് അതിലൂടെ ലഭിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മൾ ഇന്ന് വരെ നമ്മൾ ആ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട്, നമുക്ക് അതിലൂടെ ഒരു ബെനിഫിറ്റും നമുക്ക് ഉണ്ടായിട്ടില്ല. എങ്കിൽ ഇതിൽ ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് 4 മാസം കണ്ടിന്യൂ ആയിട്ട് ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ്, 100 PVക്കുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 5-ാമത്തെ മാസം കമ്പനി നമുക്ക് 2515 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടാകും. ഇതൊരു കമ്പനിയുടെ ഓഫർ മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇതൊരു ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്കിൽ 9 തരത്തിലുള്ള വരുമാനങ്ങളാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഞാൻ പറഞ്ഞു 60% തുക അതൊരു ചെറിയ എമൗണ്ട് അല്ല, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ 60% തുക കൊണ്ട് കമ്പനി നമുക്ക് വീട് വെക്കാനും കാർ മേടിക്കാനും വിദേശ ടൂർ പോകാനും ബാക്കിയുള്ളതെല്ലാം ബോണസുകളായിട്ട് നമുക്ക് 9 ടൈപ്പ് വരുമാനങ്ങൾ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 വലിയ ഇൻഡസ്ട്രികളാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ്. ദ വെൽനസ് റെവല്യൂഷൻ, വെൽനസ് ഓറിയന്റഡ് ആണ്. നമുക്കറിയാം ഇന്ന് ജിം, യോഗ, മെഡിറ്റേഷൻ, ഫുഡ് ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി, ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വഴി ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് കൂടിയാണ്. അതുപോലെ ഇ കൊമേഴ്സ് രീതിയിലും നമ്മൾ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ ഒന്നും യാതൊരുവിധ ലാഭമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടുകയാണ് ചെയ്യാറുള്ളത് അല്ലെ. എങ്കിൽ ഈ ഒരു വെസ്റ്റീജിന്റെ സ്വന്തം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വെസ്റ്റീജിന്റെ സ്വന്തം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരവസരം ഇ കൊമേഴ്സ് മെത്തേഡിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവ 3ന്റെയും ഒരു സംയോജനമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ബിസിനസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടേക്ക് എ ഗുഡ് ഡിസിഷൻ, നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഇത്ര കേട്ടതിൽ വെച്ച് നിങ്ങൾക്ക് ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ പ്രോഡക്റ്റ് എല്ലാം എവിടെ നിന്നാണ് വാങ്ങുക, എങ്ങനെയാണ് വാങ്ങുക, നമുക്കിതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം കിട്ടുക എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നുണ്ടാവും അല്ലെ. അപ്പോ നമുക്ക് എപ്പോഴും നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മളെപ്പോഴും ആ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മൾ ആശ്രയിക്കാറുള്ളത് നമ്മുടെ പാരന്റ്സിനെയാണ്. ഈ ഒരു പ്രോജക്റ്റില് എന്നാൽ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റില് ഇന്ന് ഞാനിവിടെ പറഞ്ഞു 9 ടൈപ്പ് വരുമാനം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. അതിൽ 8 ടൈപ്പ് വരുമാനവും നേടി ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലൈഫിനെ നല്ലൊരു തരത്തിൽ ചേഞ്ച് ചെയ്ത ഒരു വ്യക്തിത്വത്തെ തന്നെ നിങ്ങളുടെ സംശയത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാം. അത് മറ്റാരുമല്ല, ഈ ഒരു ഓർഗനൈസേഷൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള മിസ്റ്റർ ഷാജി മിത്തൽ സാറാണ്. സാർ കണ്ണൂർ സ്വദേശിയാണ്. ഇപ്പോ ഫാമിലിയോടൊപ്പം ദുബൈയിൽ സെറ്റിൽഡ് ആണ്. ദുബൈയിൽ ലോജിസ്റ്റിക് കോർഡിനേറ്റർ ആയിട്ട് ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന സാർ ആ ഒരു ജോബിനെ ഇന്ന് റിസൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസിന്റെ സാമ്പത്തിക സാധ്യതകൾ ഉറപ്പുവരുത്തിക്കൊണ്ട് പാർട്ട് ടൈം എന്നുള്ളത് ഫുൾ ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്കടക്കമുള്ള ഒരുപാട് ഫാമിലിയിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ടും ഈ ഒരു ബിസിനസിനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്ന മിസ്റ്റർ ഷാജി മിത്തൽ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു ഷംന മാം. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കംപ്ലീറ്റ് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. കാരണം ഇത് വലിയൊരു ബിസിനസ് അവസരമാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് സെഷനിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ. നാളത്തെ വൈകുന്നേരത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ രൂപങ്ങൾ നമുക്ക് വരുന്നുണ്ടോ. ഇവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വരുമാനമാവാം. ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായ വരുമാനം, അതിനേക്കാളും കൂടുതൽ ചിലവ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നല്ലൊരു കമ്പനിയോടൊപ്പം വർക്ക് ചെയ്യണം. വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്.
അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി, അതാണ് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തത്. നമ്മുടെ നാട്ടിൽ എല്ലാം ഉടായിപ്പുകളും പറ്റിപ്പുകളാണ്. ആൾക്കാരെ പൈസ വാങ്ങിക്കുന്നു, മണി സർക്കുലേഷൻ ചെയ്യുന്നു, അപ്പുറം ഇപ്പുറം ആൾക്കാരെ ചേർത്ത് കുറേ പരിപാടികൾ ചെയ്യുന്നു. കുറേ ആൾക്കാരെ കൊണ്ട് ആവശ്യമില്ലാതെ കുറേ ക്രീമുകളും ജ്യൂസുകളും ബെഡ്ഷീറ്റുകളും 38,000-നും 28,000-നും പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാരെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ അങ്ങനെയല്ല ഞങ്ങൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നാളിതുവരെ ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. ടി വിയിലൂടെ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളോ പോയി സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, നമ്മൾ ടി വിയിലൂടെ പരസ്യങ്ങൾ കാണുന്നു. ആ പരസ്യത്തിൽ പറയുന്ന സെലിബ്രിറ്റീസുകൾ മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റായ്, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ പരസ്യങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മൾ. അവർ കോടികൾ വാങ്ങിച്ചിട്ടാണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. അല്ലാതെ അവർ ഉപയോഗിച്ച് നോക്കിയിട്ടല്ല ആ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ പറയാൻ 5 കോടി ഒരു കമ്പനി വാങ്ങി കൊടുക്കുകയാണ് അവർക്ക്, ഒരു പരസ്യക്കാരന് മാത്രം. അത് ടി വിയിൽ കാണിക്കാൻ കോടികൾ കൊടുക്കണം, പരസ്യങ്ങളിൽ മാറി മാറി കാണിക്കണമെങ്കിൽ. ഈ കമ്പനിയിൽ നിന്നും ഈ സാധനം കസ്റ്റമറായ നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ C&F ഏജൻറ്റും സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലറും അതുപോലെ സ്റ്റോക്കിസ്റ്റും സബ് സ്റ്റോക്കിസ്റ്റും എല്ലാം വരുന്നുണ്ട്, റീറ്റെയിലർക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും 5-10 രൂപ ലാഭങ്ങൾ പോകുന്നുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാവരും കോടീശ്വരന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. നമ്മൾ അധ്വാനിച്ച പൈസ കൊടുത്ത്, മുഴുവൻ പൈസയും കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അത് തീരുന്ന സമയത്ത് വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അത് നല്ലതാണെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാറുമുണ്ട്. പക്ഷേ അവിടെ യാതൊരുവിധ ബെനിഫിറ്റോ വരുമാനങ്ങളോ ഞങ്ങളിലേക്ക് വരുന്നില്ല. ഇവിടെ വെസ്റ്റീജ് കമ്പനി പറഞ്ഞ ഒരു സുവർണ അവസരം എന്താണ്? വെസ്റ്റീജ് 450-ൽ പരം പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചർ ചെയ്യുന്നു. 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയൊരു കമ്പനിയാണ്. 21 വർഷമാകുമ്പോൾ 450-ൽ പരം പ്രൊഡക്റ്റായി. ഇന്ത്യയിൽ തുടങ്ങിയ കമ്പനി 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഈ 450-ൽ പരം പ്രൊഡക്റ്റും കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് കസ്റ്റമർ വഴിയാണ്. ഇവിടെ ഒരു സെലിബ്രിറ്റീസിന് പൈസ കൊടുക്കണ്ട, ഒരു ടി വി ചാനലിന് പൈസ കൊടുക്കണ്ട, ഒരു കച്ചവടക്കാരനോ ഹോൾസെയിലറോ C&F ഏജൻറ്റിന് പൈസ വേണ്ട. കമ്പനിക്ക് സാധാരണ മറ്റുള്ള കമ്പനികൾ വാങ്ങിക്കുന്ന പോലെ 40% തന്നെ അവരുടെ എല്ലാ പ്രോഫിറ്റുമായി മാറിയിട്ടുണ്ട്. ബാക്കി ഇത്രയും മറ്റുള്ള കമ്പനികൾ ചെയ്യുന്ന എക്സ്ട്രാ എക്സ്പെൻസിനെ നമുക്കൊരു വരുമാനമാക്കി തരികയാണ് കമ്പനി. നമുക്കതല്ല നല്ലത്. നമ്മളെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്കൊരു കമ്പനി ഒരു അവസരം തരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നാളിതുവരെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഏത് ബ്രാൻഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റാൻ തയ്യാറാവുക. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഇത് സാധനത്തിന് വില കൂടുതലായിരിക്കില്ലേ? നമ്മുടെ നാട്ടിൽ ഓൺലൈൻ പരിപാടിയെല്ലാം അങ്ങനെയാണല്ലോ. 50 രൂപയുടെ സാധനത്തിന് 500 രൂപ വരുന്ന കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ ഓൺലൈൻ കമ്പനിയിലെല്ലാം അങ്ങനെയുണ്ടോ? ക്വാളിറ്റി ഉണ്ടും വില കൂടുതലാണെന്ന് പറയുന്നുണ്ടോ? ഇവിടെ അങ്ങനെയല്ല. ഏതൊരു സാധാരണക്കാരനും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരിക്കൽ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന വിലയിൽ 100% നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റ്, ഒരു ഉപയോഗത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തരുന്ന കമ്പനി, നിങ്ങൾ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്ന, നിങ്ങളും നിങ്ങളുടെ ജനറേഷനും ലൈഫ് ലോങ് ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറാൻ പറ്റുന്ന വണ്ടർഫുൾ റിസൾട്ട് തരുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഇവിടെ യാതൊരുവിധ വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഇല്ല. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ലൈഫിൽ പരാജയപ്പെട്ട ആൾക്കാർ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ബിസിനസ് പോലും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അവർ ആഗ്രഹിച്ച സ്കിൽ അനുസരിച്ചുള്ള ജോലി കിട്ടാതെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോയിട്ട് ആ ഒരു വരുമാനത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ, നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ, നിങ്ങൾക്ക് ലക്ഷറി ലൈഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളുടെ പോലും വേർപ്പിൻ്റെ പൈസയല്ല, നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയോട് താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും 1-2 പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാനുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുവാണെങ്കിൽ, എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ 1-2 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് വരുമാനം കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. 1-2 പ്രൊഡക്റ്റ് ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പൈസക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. യാതൊരുവിധ നഷ്ടങ്ങളും വിഷമങ്ങളും ഫീലിംഗ് വരില്ല. അഥവാ നിങ്ങൾ സോപ്പ് വാങ്ങിച്ചിട്ടോ പേസ്റ്റ് വാങ്ങിച്ചിട്ടോ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അത് നിങ്ങൾക്ക് നഷ്ടമായി ഫീലിങ്സ് വരുവാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ, ആ പൈസ തിരിച്ചു വാങ്ങിക്കാനും കമ്പനി അവസരം തരുന്നുണ്ട്. റീഫണ്ട് പോളിസി ഉണ്ട്. 21 വർഷമായിട്ട്
ആ കമ്പനി ആ ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് വിഷമമായി പൈസ നഷ്ടമായി എന്ന് വിഷമമുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പൈസ തരാൻ കമ്പനി റെഡിയാണ്. ഒരു കമ്പനി ഇത്രയും ധൈര്യമായിട്ട് ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പരസ്യത്തിൽ ഐശ്വര്യറായും മമ്മൂട്ടിയും ഷാറൂഖ് ഖാനൊക്കെ പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തേക്കെന്ന് പറയാൻ പറ്റാത്തത്? ഇവിടെ ഇത്രയും ഗ്യാരണ്ടി ഒരു കമ്പനി തരുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇപ്രാവശ്യം നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും പല്ലി തേക്കുന്ന പേസ്റ്റും, നമ്മളെല്ലാവരും പറയും പേസ്റ്റ് ഞാൻ സെൻസുഡിനെ ഉപയോഗിക്കുള്ളൂ, ഡോക്ടർമാർ പറഞ്ഞ പേസ്റ്റ് ഉപയോഗിക്കുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പേസ്റ്റിന് ഇപ്പം പഴയ പോലെ റിസൾട്ട് ഉണ്ടോ? വില മാത്രമേ പഴയതിനേക്കാളും കൂടുതലായിട്ടുള്ളൂ, ക്വാളിറ്റി പഴയ പോലെ കൂടുതലായിട്ടില്ല. അതിനേക്കാളും റിസൾട്ട് തരുന്ന പേസ്റ്റ്, ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന സെൻസുഡിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം ലഭിക്കുന്ന പ്രൊഡക്റ്റ്, ഒരൊറ്റ ഉപയോഗത്തിലൂടെ പല്ല് വേദന, പല്ല് പൊളിപ്പ്, മോണ പഴുപ്പൊക്കെ മാറ്റാൻ പറ്റുന്ന വണ്ടർഫുൾ പേസ്റ്റ് സെൻസുഡിൻ്റെ വിലയ്ക്ക് 3 എണ്ണം വാങ്ങിക്കാൻ പറ്റും നമ്മളെ കമ്പനിയിലൂടെ. അപ്പോൾ നോർമൽ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇതിൻ്റെ വില കമ്പാരിസൺ ചെയ്യുമ്പോൾ മാർക്കറ്റിലുള്ള നല്ല ഉൽപ്പന്നങ്ങളായിട്ട് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന നല്ല ഉൽപ്പന്നങ്ങൾ ബ്രാൻഡഡ് സാധനമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ 1/3 ഭാഗം പ്രൈസിൽ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാനും നിങ്ങൾക്ക് ഇതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറാനും ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കും. അതാണ് നോട്ടീസ് ചെയ്യേണ്ട കാര്യം. മാർക്കറ്റിൽ വാങ്ങിക്കുന്ന കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് കെമിക്കൽ ഇല്ല എന്നല്ല, മനുഷ്യനോ പ്രകൃതിക്കോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഉൾപ്പെടാത്ത, അതാ പറഞ്ഞത്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ പ്രൊഡക്റ്റ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആരോഗ്യം നശിപ്പിക്കുന്ന കെമിക്കലാണ് പല കമ്പനികളും അതിലിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ സോപ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ ആ തുണി അലക്കിയ വെള്ളം നമ്മുടെ നാട്ടിലുള്ള പഴയ സോപ്പ് പൊടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ തുണി മരങ്ങളൊക്കെ കരിഞ്ഞു പോകും. ഇവിടെ നമ്മളെ കമ്പനി അത്രക്കും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ട് ചെടികൾക്കൊന്നും വരാൻ പോകുന്നില്ല. അത്രക്കും നല്ല സാധനമാണ്. പാത്രം കഴുകുന്ന ലിക്വിഡ് ആയിക്കോട്ടെ, തുണി കഴുകുന്ന ലിക്വിഡ് ആയിക്കോട്ടെ, തുണി കഴുകുന്ന പൗഡർ ആയിക്കോട്ടെ, ചായപ്പൊടി ആയിക്കോട്ടെ, കുക്കിംഗ് ഓയിൽ എന്ന് പറഞ്ഞാൽ തവിടെണ്ണയാണ്, വെളിച്ചെണ്ണേക്കാളും വില കുറവിലാണ്. അതും ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ കൊളസ്ട്രോൾ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒമേഗ 3 അടങ്ങിയ തവിടെണ്ണയാണ്. നിങ്ങൾക്ക് പലവിധ അസുഖങ്ങളും ആ ഒരു കുക്കിംഗ് ഓയിലിൽ മാറുമ്പോൾ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അത്രക്കും നല്ല ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള ഉപയോഗിച്ച് ഓരോ വ്യക്തിയും 100% ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അവരിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ തയ്യാറാണെങ്കിൽ, എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഒരു നല്ല ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഒരു സ്ഥിരം കസ്റ്റമറായി മാറാൻ സാധിക്കുന്നുണ്ടോ? അവരിലൂടെ നിങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കമ്പനിയെക്കുറിച്ച് അറിയുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടാവും. നിങ്ങളിത് ആരോടും പ്രൊഡക്റ്റ് നടന്ന് സെയിൽ ചെയ്യാനോ ആരെ കൊണ്ടോ വാങ്ങിപ്പിക്കാനോ ശ്രമിക്കേണ്ട ആ പരിപാടിയല്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധക്കാരെ കൊണ്ടോ സാധനങ്ങൾ വാങ്ങിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ് അല്ല ഇത്. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക്, നിങ്ങൾ പുറത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന, മറ്റുള്ള കടകളിൽ പോയിട്ട് മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പൈസക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും വെസ്റ്റീജിലൂടെ ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ 3 ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ സാധിക്കും. ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കും. 21 വർഷമായി ഞാൻ ദുബൈയിൽ വന്നിട്ട് ഫാമിലിയോടൊപ്പം ദുബൈയിലാണ്. ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത ആളാണ്. നല്ല ശമ്പളമുള്ളതുകൊണ്ടാണ് ഫാമിലിയോടൊപ്പം ദുബൈയിൽ നിൽക്കുന്നത്. മക്കളൊക്കെ ദുബൈയിൽ പഠിക്കുന്നതാണ്. പക്ഷേ കൊറോണ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ ആൾക്കാരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ നമ്മൾ ആ 2 വർഷം അനുഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് രണ്ടാമത് അതുപോലെ ശമ്പളത്തിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായി. കാരണം നല്ല ശമ്പളമുള്ള സമയത്ത് അവർ ലോൺ എടുത്ത് നല്ല വീട് വെച്ചു, നല്ല വാഹനം വാങ്ങിച്ചു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ വീടിൻ്റെ ലോൺ അടക്കാൻ പറ്റാതെ, കാറിൻ്റെ EMI അടക്കാൻ പറ്റാതെ ലൈഫിൽ പരാജയപ്പെട്ടു പോയ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ശമ്പളം കുറഞ്ഞപ്പോൾ എനിക്കും ഇതേപോലെ ബുദ്ധിമുട്ട് വന്നു. EMI അടക്കം ജോലി ഉള്ളതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നതും 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്തു. അവിടെ എനിക്കുണ്ടായ തിരിച്ചറിവ്, ഇത്രയും വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് കൂടിയപ്പോൾ കൊറോണേൻ്റെ പേരും പറഞ്ഞ് എൻ്റെ ശമ്പളം പകുതിയാക്കിയ കമ്പനി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ജോലി നഷ്ടപ്പെട്ട് രണ്ടാമത് അതുപോലെ ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായപ്പോൾ തിരിച്ചറിവുണ്ടായതാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാനും 1.5 വർഷം ഇതിനെക്കുറിച്ച് പഠിച്ചെടുത്തു. ശേഷം ജോലി റിസൈൻ ചെയ്തു. ഇന്ന് ഞാൻ ഫുൾ ടൈമായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിലാണ്. ഈ പ്രായത്തിൽ റിട്ടയർമെൻറ്റ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ 365 ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും
അതുപോലെ വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്കും 3 നേരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു കമ്പനിയെക്കുറിച്ചും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി. എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നത് 5000-ത്തിലധികം ആൾക്കാരാണ്. അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അവർ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാറുള്ളൂ. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാളോടും സാധനം വാങ്ങിക്കാനോ എന്തുകൊണ്ടാണ് സാധനം വാങ്ങിക്കാതെന്നോ ഒന്നും പറയാറില്ല. അവർക്ക് അവരുടെ ആവശ്യത്തിൻ്റെ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും. ഇതിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയോട് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ള കമ്പനികൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ഈ കമ്പനിയുടെ കസ്റ്റമറായി കൂടെ നിൽക്കുക. അതിനുശേഷം ഇതിനൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ കൂടെ ഉണ്ടെന്ന് നമ്മൾ ചെയ്തുതരാം. നിങ്ങൾ റെഡിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരു സ്ട്രോങ് തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോടൊപ്പം ഈ ടീമിനോടൊപ്പം കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡിസിഷൻ സ്ട്രോങ് ആയിരിക്കണം. ഞങ്ങൾ നിങ്ങളെല്ലാവരും സഹായിക്കാനുണ്ടാവും, സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. ഈ ലിങ്ക് അയച്ചെന്ന വ്യക്തിയോട് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ അവർക്ക് മെസ്സേജ് അയക്കാം. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇനി ഇത് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്ക് വരിക. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. 1% നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുക, ഫ്രീ ആണ്. നിങ്ങളുടെ മൊബൈലിനകത്ത് ഈ ഒരു കമ്പനിയുടെ 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന 21 വർഷമായ ഒരു ഇന്ത്യൻ കമ്പനിയുടെ കൂടെ ഒരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കി തരുന്നുണ്ടോ? നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം എല്ലാ പ്രൊഡക്റ്റും അതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് 35% ഡിസ്കൗണ്ടിലാണ് കമ്പനി പ്രൊഡക്റ്റ് തരിക. ആ പ്രൊഡക്റ്റിൻ്റെ പുറത്തുള്ള വില MRPയിൽ നിന്നും 35% ഡിസ്കൗണ്ടും നിങ്ങളുടെ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10% ഫ്രീ പ്രൊഡക്റ്റ്. ഒരു 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ ഒരു 100 രൂപക്ക് അടുത്തുള്ള പ്രൊഡക്റ്റ് അതിനോടൊപ്പം ഫ്രീ തരും. അതോടൊപ്പം എല്ലാ മാസം 10-ാം തീയതി ഒരു വരുമാനം പോലെ 5 മുതൽ 16% വരെ വരുമാനം നമുക്ക് അക്കൗണ്ടിലേക്ക് തരുന്നൊരു കമ്പനി. ആദ്യം നമുക്ക് ചെറിയ പൈസ കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആദ്യത്തെ മാസം സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 147 രൂപയാണ്. ഞാൻ വാങ്ങിച്ചത് എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 147 രൂപയുടെ ഇൻകവും ഒരു 300 രൂപക്ക് അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയാണ്. ആ സമയത്ത് ബിസിനസ്സിൽ വന്നൊരു വ്യക്തിയായിരുന്നു. അന്നേരം ഞാൻ ചിന്തിച്ചിരുന്നു, ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ 147 രൂപയാണ് കിട്ടിയുള്ളൂ, പക്ഷേ ഹാപ്പി ആയിരുന്നു. ഇന്ന് വരെ ഒരു കമ്പനിയോ, ഒരു കോൾഗേറ്റ് കമ്പനിയോ, ക്രോസപ്പ് കമ്പനിയോ, സന്തൂർ കമ്പനിയോ എനിക്കൊരു 10 പൈസ പോലും തന്നിട്ടില്ല. ഒരു ഫ്രീ പ്രൊഡക്റ്റ് പോലും ഇന്നവരെ തന്നിട്ടില്ല. വെസ്റ്റീജ് കമ്പനി ഇന്ന് 3.5 വർഷമായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് ഫ്രീ തന്നിട്ടുണ്ട്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം തന്നിട്ടുണ്ട്. 3.5 വർഷമായിട്ട് ഒരു അസുഖങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായി ഹോസ്പിറ്റലിൽ പോകാനോ ഡോക്ടർമാരെ കാണിക്കാനോ കെമിക്കൽ ഡ്രഗ്സ് മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും. അതാണ് വെസ്റ്റീജ് കമ്പനിയുടെ പ്രത്യേകത. ആരോഗ്യത്തോടെ ജീവിക്കാൻ 80, 90, 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാനും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പേരൻസിനോ അച്ഛനമ്മമാർക്കോ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതുവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന മരുന്നുകൾ കഴിച്ച് പൈസ കളയാതെ, സർജറി ചെയ്ത് പൈസ കളയാതെ, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ അതിലൂടെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വഴി ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. 450-ൽ പരം പ്രൊഡക്റ്റ് നമുക്ക് റെഗുലറായി ഉപയോഗിക്കുന്ന FMCG പ്രൊഡക്റ്റുകൾ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഒരു 4-5 തരം സോപ്പ്, പല്ല് തേക്കേണ്ട പേസ്റ്റ് ഒരു 3 തരം പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, മൗത്ത് വാഷ് ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, കോഫി പൊടി ഉണ്ട്, കുക്കിംഗ് ഓയിൽ ഉണ്ട്, ഡിഷ് വാഷ്, ഡിറ്റർജൻറ്റ് പൗഡർ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, അതുപോലെ മുടി സംരക്ഷണത്തിന് ഹെയർ സ്പാ, കണ്ടീഷണർ, ഹെയർ ഓയിൽ, ഷാമ്പു അവൈലബിൾ ആണ്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൽ നിരവധി പ്രോഡക്റ്റുകളുണ്ട്. ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റ്. അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ വേറെ വരുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കി തരുന്നുണ്ടാവും, കാറ്റലോഗ് തരുന്നുണ്ടാവും, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടാവും. കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്ന, അവരുടെ ചെലവുകൾ ചുരുക്കിയിട്ട് വിളവുകൾ കൂട്ടിയെടുക്കാൻ പറ്റുന്ന. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരുടെ വീടുകളും 1-2 തെങ്ങുകളും കവുങ്ങളും മരങ്ങളൊക്കെ ചെടികളും പൂക്കളൊക്കെ കാണാൻ സാധിക്കും. അതിന് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഫലഭൂയിഷ്ടമായിട്ട് മാറ്റാൻ, നല്ല വിളവുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന, ചെലവ് ചുരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വെൽനസ് പ്രൊഡക്റ്റും 450-ൽ പരം പ്രൊഡക്റ്റുണ്ട്. ഇതിൽ ഗ്രോസറി ഐറ്റംസ് ഇല്ല. അരി, പയറുവർഗ്ഗങ്ങൾ, മല്ലിപ്പൊടി ഇപ്പോഴില്ല, അതും വരാം. 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി 450-ൽ പരം പ്രൊഡക്റ്റ് എത്തി. കമ്പനിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ 1000 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി 30 രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ പോകുന്ന കമ്പനിയോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രീ സമയം ഉപയോഗിച്ചുകൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയ, യൂട്യൂബിൽ ആരുടെയെങ്കിലും റീല് കണ്ട് ലൈക്ക് അടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ വരുമാനം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം പാഴാക്കി കളയുന്ന സമയം ഈ വെസ്റ്റീജിന് കൊണ്ട് മാറ്റിവെക്കാൻ, വെസ്റ്റീജ് കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ, വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിലും ഞങ്ങളോടൊപ്പം നിൽക്കുക. ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്ലിയർ ആണെന്ന് ടൈപ്പ് ചെയ്യാം. അല്ല ക്ലിയർ ആവാതാക്ക്, ഞാനത് അൺമ്യൂട്ടാക്കി തരാം.
ഇനി കൂടുതൽ ക്ലാരിറ്റി വേണോ? ചോദിക്കാം. നമുക്ക് 20 മിനിറ്റ് സമയമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി മനസ്സിലായ ആൾക്കാർ ഓക്കെ എനിക്ക് ക്ലിയർ ആണ് എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യും. സൈനബ, അതുപോലെ സനൂജ, സനിൽ, റിഫാസ് ആണ്, റിഫാസ്, ഹബീബ്, കൈറനീസ, ശില്പ, റനീഷ് ആർ, ഖദീജ, ഷൈജ മണി, അഭിജിത്ത്, ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കാം. സനൂജ, സനിൽ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായതാണ്. സനൂജ ക്ലിയർ ആണോ? അതെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ അഭിജിത്ത്. ഇതെന്ത് പ്രൊഡക്റ്റ് ആണോ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് കൃത്യമായി. ഞാൻ ഇപ്പൊ ഒന്ന് കേറിയുള്ളായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദിച്ചത്. അതാണ് മനസ്സിലാവുക. ഞാൻ 1 മണിക്കൂറിലെ സെഷനായിരുന്നു, കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഒരു 450 പരം പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. 21 വർഷമായിട്ട് ഇന്ത്യയിലുള്ള 450 പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി. ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മളുടെ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. പ്രൊഡക്റ്റ് വിൽപ്പനയോ കുറേ ആൾക്കാരെ പിടിച്ച് ചേർക്കലോ അല്ല ഈ ബിസിനസ്. സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ പറ്റുന്ന ജെന്യൂൻ ആയിട്ടുള്ള കേരള സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ട് കൂടി ചെയ്യുന്ന ഒരു കമ്പനിയോടൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഷോപ്പൊന്ന് മാറ്റിയാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് മാറ്റിയാൽ മതി. ബാക്കി എല്ലാ അഭിജിത്തിന് നെക്സ്റ്റ് സിറ്റിങ്ങിൽ മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പുതിയ ഫുൾ സ്ലൈഡ് വെച്ച് പറയാൻ പറ്റില്ല. അഭിജിത്തിന് നെക്സ്റ്റ് സിറ്റിങ്ങിൽ കയറും ബാക്കി മനസ്സിലാവും. അഭിജിത്തിന് ആരോ ഇൻവൈറ്റ് ചെയ്തേ? അഭിജിത്ത് കേൾക്കുന്നുണ്ടോ? ഇനി സമീറ ഒരാളാണ് എനിക്ക് തന്നത്. അഭിജിത്ത് നാട്ടിലെവിടെയാ? എന്റെ വീട് ഇടുക്കി തൊടുപുഴ. ഇടുക്കിയിൽ കട്ടപ്പന ഞങ്ങൾക്ക് വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. ഇടുക്കി ഭാഗത്തുള്ള ആൾക്കാർ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആ കൃഷിക്കാർ ഒരുപാട് ഇല്ലാത്തുണ്ട്. കൃഷിക്കാർ ഈ ബിസിനസ് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കട്ടപ്പന എവിടെയാ? കട്ടപ്പന ലൊക്കേഷനൊക്കെ അയച്ചുതരാം കേട്ടോ. അത് നമുക്ക് ഷോപ്പിന്റെ നമ്പറൊക്കെ ഞാൻ അയച്ചുതരാം. ഓക്കെ. അഭിജിത്തിന് സീരിയസ് ആയിട്ട് എന്താ വർക്ക് ചെയ്യണേ? ഞാൻ മറ്റേ കമ്പ്യൂട്ടറിന് സർവീസിങ് പരിപാടിക്കാണ്. അഭിജിത്തിന് അത് ആ ജോലിയോടൊപ്പം തന്നെ നല്ലൊരു ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയോ? കേൾക്കുന്നില്ലേ അഭിജിത്ത്? ഹലോ, ഞാൻ പറഞ്ഞ കേട്ടോ? പറഞ്ഞ എനിക്ക് നെറ്റ് പോയായിരുന്നു ഇടയ്ക്ക്. ഓക്കെ, നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയോടൊപ്പം നിങ്ങൾ പാഴാക്കി കളയുന്ന കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു ലൈഫ്, ലക്ഷറി ലൈഫിലേക്ക് പോകാനും വിദേശ യാത്രകൾ പോകാനും ലക്ഷറി കാറുകൾ വാങ്ങിക്കാനൊക്കെ ആഗ്രഹമുണ്ടോ? ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ നോക്കുന്നത്. ധൈര്യമായിട്ട് കൂടെ നിൽക്കുക. നിങ്ങളിവിടെ ആർക്കും പൈസ കൊടുക്കുന്നില്ല, പേടിക്കണ്ട. ഒരാളെ കൊണ്ടും ഒരു സാധനം നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഞങ്ങളുടെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 100% നിങ്ങൾക്ക് വിശ്വാസം വരും. സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്ന് അറിയാനുള്ള മനസ്സ് കൊടുക്കട്ടോ. ക്ഷമയോടെ അറിയാനുള്ള മുള്ളുമ്പിൽ ഇരിക്കാതെ ഒരു ക്ഷമ കൊടുത്തിട്ട് ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരാൻ ദൈവമായിട്ട് നിങ്ങളെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചതാണെന്ന് ചിന്തിക്കുക കേട്ടോ. ഞങ്ങൾ റെഡിയാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ. അടുത്ത മീറ്റിംഗ് ഞാൻ കേൾക്കാം. ശരി, വൈകുന്നേരം 9 മണിക്കുണ്ട്. നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം 9 മണിക്ക് കയറിയാൽ മതി. വേറെ ആർക്കാ സംശയമുള്ള ചോദിച്ചോളൂ. റനീഷ്, ഖദീജ നന്നായിട്ടേക്കാവോ? സനൂജ, ആരെങ്കിലും ഒരാളെ സംശയം ചോദിച്ചോളൂ. ബാക്കി എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആവും. നിങ്ങളെ എല്ലാവരും രതീഷ് പറയൂ. ഹലോ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആരാണ് ഇൻവൈറ്റ് ചെയ്തത്? രതീഷ് ഭായിന? ഒരു ബേബി എന്ന് പറയുന്ന ഒരാളായിരുന്നു. ബിനു ബേബി. അതെ. മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടോ?
എനിക്ക് ക്ലിയർ ആയി, സംഭവം ക്ലിയർ ആയി. ആദ്യം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അതന്നെ ഫസ്റ്റ് അതന്നെ സ്റ്റെപ്പ്. ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് നമ്മൾ ഈ ഓൺലൈനാണോ പർച്ചേസ്? ആലപ്പുഴക്കാർക്ക് ഓൺലൈൻ ചെയ്യേണ്ടി വരും, കാരണം ആലപ്പുഴ ഷോപ്പില്ല. ഓൺലൈൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ കൊട്ടാരക്കര കരുനാഗപ്പള്ളിയൊക്കെ ഷോപ്പിൻ്റെ അടുത്താണ്, അതിനടുത്താണ് പോയി വാങ്ങിക്കാം. ഇല്ലെങ്കിൽ ഓൺലൈൻ ചെയ്താൽ മതി. ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ എങ്ങനെ അല്ലല്ല, പേയ്മെന്റ് ഓൺലൈൻ അഡ്വാൻസ് നമ്മൾ ചെയ്യണം? പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് ഇൻവോയ്സ് ആവുള്ളൂ. ഇൻവോയ്സ് ആയാലും കൊറിയറിന് കൊടുക്കാൻ പറ്റും. മിനിമം എത്ര രൂപ പർച്ചേസ് പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. 100 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാവും. ആ, പക്ഷെ അതിന് കൊറിയർ ചാർജ് ആവും യതീഷ് ഭായി. അതാ ഞാൻ ചോദിച്ചത്, മിനിമം സാർ എത്രയാണ് ഉദ്ദേശിക്കണേ പർച്ചേസ്? 2500 മേലെയാണ് ഫ്രീ ഡെലിവറി ഉള്ളത്, അല്ലെങ്കിൽ 66 രൂപ ചാർജ്. ഓരോ പ്രോഡക്റ്റിന് 66 രൂപ ചാർജ്? അങ്ങനെയല്ല, ഒരു ഡെലിവറിക്ക്, ഒരു ഇൻവോയ്സിന് 66. ഒരു ഡെലിവറി. പിന്നെ പുതിയ ജോയിനേഴ്സിന്, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിക്ക് കമ്പനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ 1500 മേലെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി കൊടുക്കും ഫസ്റ്റ് പർച്ചേസിന് കേട്ടോ. ഫസ്റ്റ് പർച്ചേസ്. സെക്കൻഡ് പർച്ചേസിംഗ് മുതൽ 2500 മേലെ. ഫസ്റ്റ് പർച്ചേസിംഗ് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാർക്ക് മനസ്സിലാവാനും അതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് 1500. ഇനി അഥവാ രതീഷ് ഭായിക്ക് അത്രയൊന്നും വേണ്ട, എനിക്കൊരു പേസ്റ്റിൻ്റെയും സോപ്പിൻ്റെയും ക്വാളിറ്റി മാത്രം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തലശ്ശേരി ഷോപ്പിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും. അപ്പോൾ 40 രൂപയ്ക്ക് സാധനം. കാരണം നിങ്ങൾക്ക് അത്രത്തോളം സാധനം വാങ്ങിക്കാൻ കോൺഫിഡൻറ്റ് പോരാ, ഇതിന് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടേ ഞാൻ വാങ്ങിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു സോപ്പോ പേസ്റ്റോ അല്ലെങ്കിൽ ചായപ്പൊടി എന്തെങ്കിലും വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും. അപ്പോൾ 42 രൂപ ചാർജ് ആവുള്ളൂ. അത് നിങ്ങളുടെ വീട്ടിലേക്ക് പോസ്റ്റിനെ കൊണ്ടുതരും. അപ്പോൾ സാധനം സ്പീഡായി കിട്ടും, ക്വാളിറ്റി നോക്കാം. പക്ഷേ ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാം, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഒരു ടെൻഷനോ ഈ വാങ്ങിച്ചിൻ്റെ പേര് നിങ്ങൾ 40 രൂപ പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു, സാധനം ഇഷ്ടപ്പെട്ടു, വീണ്ടും വാങ്ങിക്കുമ്പോൾ വീണ്ടും 66 കൊടുക്കാൻ ആക്കുന്നതിനേക്കാൾ ഒരു 1500 സാധനം വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. കോഴിക്കോട് ഷോപ്പ് ഉണ്ടോ? കോഴിക്കോട് രാമനാട്ടുകരി ഉണ്ട്, അതുപോലെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുണ്ട് ടൗണിൽ. ഓക്കെ. റഹ്മത്ത് ഹോട്ടൽ അറിയോ ടൗണില്? അറിയാം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ. ഹസീന മാഡത്തിന് ആരെ ഇൻവൈറ്റ് ചെയ്തേ? മുംതാസ്. അവരെന്നെ നമ്പർ തരും കേട്ടോ. ഹസീന മാഡം സീരിയസ് ആയി കാണും കേട്ടോ. ഓക്കെ. സാറേ തൃശ്ശൂരുണ്ടോ ഔട്ട്ലെറ്റ്? തൃശ്ശൂർ ചാലക്കുടി ശങ്കരായ റോഡ്. ശങ്കരയ്യ റോഡ്. ഓക്കെ. ശങ്കരായ റോഡ് അടുത്താണ്. ഹലോ. ശങ്കര റോഡ് അറിയാം. അതിന്റെ നമ്പർ തരാം കേട്ടോ. ഖദീജ മാഡം പറയും. തിരൂരുണ്ടോ? തിരൂർ ഏറ്റവും വലിയ ഷോപ്പ് തിരൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. 12 ഷോപ്പുണ്ട്. എവിടെന്ന് എങ്ങനെ അറിയാം? തിരൂർ നടുവിലങ്ങാടി. നടുവിലങ്ങാടി. ഞാൻ തിരൂര് പൂക്കലാണ് വീട്. നടുവിലങ്ങാടി. ഷൗക്കത്ത് എവിടെയാണ് നടുവിലങ്ങാടി? ഷൗക്കത്ത് ഷോപ്പ് എവിടെയാണ് പറയും? ഇറങ്ങിയ ഉടനെ ബിൽഡിങ്ങിന്റെ മേലാണ് ഒരു വാഹനത്തിന്റെ ഷോപ്പൊക്കെ ആണ്, അതിന്റെ മേലാണ്. അതെ. കടയുടെ പേരറിയോ? നമ്മളെ കമ്പനിയുടെ പേര് തന്നെ വെസ്റ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ. അതൊക്കെ അഡ്രസ്, ആ ഷോപ്പിന്റെ നമ്പറും അഡ്രസ്സും ഒക്കെ തരുന്നുണ്ട്. അത് ഖദീജ മാഡത്തിന് ഇൻവൈറ്റ് ശ്രീജ മാഡം അതിന്റെ എല്ലാ സപ്പോർട്ടും ചെയ്തരും. ആ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണാൻ നമ്മളോടൊപ്പം നിൽക്കാം. ശരി. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ വരുമാനം ഉണ്ടാക്കാം അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തുതരും കേട്ടോ. സാറ് പറഞ്ഞില്ലേ ആദ്യം സാറിന് കിട്ടിയ 147 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞത്. അതെ. അപ്പൊ ഞങ്ങൾ ആദ്യം വാങ്ങിക്കുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ ഇത് കിട്ടുമോ? എല്ലാ മാസം 10-ാം തീയതി ആകുമ്പോൾ ഇപ്പൊ റനീഷ് ഭായി ഇന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അടുത്ത മാസം 10-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ വരുമാനം വരും. എല്ലാവർക്കും 10-ാം തീയതി വരുമാനം. ഒരു മാസം പർച്ചേസ് നോക്കിയിട്ട് അതിന്റെ ഇത്ര നമ്മൾ ഒരു മാസം എത്ര രൂപയുടെ ബിസിനസ് നമ്മുടെ ടീം ചെയ്യുന്നുണ്ടോ ആ ടീമിൽ ആരൊക്കെ ഉണ്ട് വർക്ക് ചെയ്യുന്നത്, ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. ജോയിൻ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ റനീഷ് ഭായി താഴെ കുറെ ആൾക്കാരെ ജോയിൻ ആക്കിയോണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ കമ്പനിയെ പൊടിച്ച് ഉപയോഗിക്കുന്ന ആളായിരിക്കും അല്ലേ. നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതിൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതൊരു സിസ്റ്റമാറ്റിക് ആണ്. ആ സിസ്റ്റത്തിൽ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനെല്ലാം സിസ്റ്റം നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. റനീഷ് ഭായി ബിസിനസ് സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടീം വർക്ക് ചെയ്യുന്നുണ്ടാവും, ടീമിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ടാവും, ടീമിനെ ഡെവലപ്പ് ആക്കുന്നുണ്ടാവും, നിങ്ങൾ പേഴ്സണൽ പർച്ചേസിങ് ചെയ്യുന്നുണ്ടാവും, പേഴ്സണൽ പുതിയ വ്യക്തികളെ കണ്ടെത്തുന്നുണ്ടാവും, കസ്റ്റമറെ കണ്ടെത്തുന്നുണ്ടാവും, ഒരു ബിസിനസ് മാനായിട്ട് പോകുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും താഴെ നടക്കുന്ന ബിസിനസ്സിൻ്റെ വോളിയത്തിൻ്റെ ലാഭം കിട്ടും.
എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ 5019 ആൾക്ക് ഇപ്പോൾ ഇന്നുണ്ട്. 5019 ആൾക്കാർ. എല്ലാവരും ബിസിനസ്സൊന്നുമില്ല. കുറേ ആൾക്കാർ കസ്റ്റമറാണ്, കുറേ ആൾക്കാർ ഐ ഡി എടുത്തിട്ട് പിന്നെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ആൾക്കാരാണ്. പക്ഷേ 5019 പേര് ഐ ഡി എടുത്തിട്ടുണ്ട്. പക്ഷേ അതിലുള്ള സീരിയസ് ആയിട്ട് വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് ജെൻസും എഞ്ചിനീയർമാരൊക്കെ എന്നോട് വരുമാനം വാങ്ങിക്കുന്ന 40,000 50,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ജോലിയോടൊപ്പമാണ് ഈ വരുമാനം വാങ്ങിക്കുന്നത് കേട്ടോ. എഞ്ചിനീയർമാർ വരുമാനം വാങ്ങിക്കുന്നത് 50,000 രൂപ വരുമാനം വാങ്ങിക്കുന്നത് അവർ ജോലി കഴിഞ്ഞ് രാത്രി വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ പണിയെടുത്തിട്ടാണ് അത്രയും വരുമാനം വാങ്ങിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അനുഗ്രഹമാണ്. അപ്പോൾ അതെങ്ങനെ ഡെവലപ്പ് ആക്കാമെന്നും എങ്ങനെ നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ കൂട്ടാമെന്നും ഇതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തിരുന്നു. നിങ്ങൾ ജസ്റ്റ് കൂടെ ഉണ്ടെന്ന് മാത്രം ഒരു സപ്പോർട്ട് മാത്രം തന്നാൽ. ക്ലിയർ ആയോ റനീഷ് ഭായ്? എന്റെ ഇപ്പൊ ലീഡർ എന്ന് പറയുന്നത് ബിനു ബേബി എന്ന് പറയുന്ന ആളാണ്ടല്ലേ ഞാൻ വരുള്ളൂ. ബിനു ബേബി നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടോ കമ്പനിയോടൊപ്പം? ജോസഫ് ബാർ സപ്പോർട്ട് ചെയ്യും. ഷംന ഇപ്പൊ നേരത്തെ പ്രസന്റേഷൻ ചെയ്ത ഷംന ടീച്ചർ, അവരൊക്കെ ആ ടീമിലെ ലീഡറാണ്. അവരെല്ലാം നിങ്ങളെ സഹായിക്കും കേട്ടോ. അവരെല്ലാവരും ബിസിനസ്സാണ്. ഇത് നിങ്ങളെ കൂടെ ഞാനടക്കം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ ബിസിനസ്സാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ എൻ്റെ വരുമാനം കൂടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഈ കമ്പനി പറയുന്നത് കൂടെ നിൽക്കുന്ന വ്യക്തിയുടെ വരുമാനം കൂടുന്നതനുസരിച്ച് നമ്മളെ വരുമാനം കൂടിക്കും. വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലക്ഷറി ലൈഫിലേക്ക് പോകും. ഞാൻ ഈ 40,000 50,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുന്നത് അവർ പിന്നെ ഒരിക്കലും ബിസിനസ് കളയൂല. അവർ ജീവിതകാലം മുഴുവൻ ചെയ്യും. അല്ല, ഒരു സാധാരണ വീട്ടമ്മ അടുക്കള പണിയും ചെയ്ത് കുഞ്ഞുങ്ങളെ അംഗനവാടിയിലും വിട്ട് എല്ലാ പണിയും ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് 50,000 ഉണ്ടാക്കാമെന്ന് അവർ ഹാപ്പി അല്ലേ ചേട്ടാ? ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും വരുമാനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ബിസിനസ്സിലൂടെ. അതുകൊണ്ടാണ് പറഞ്ഞ് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് കാറ്റഗറി ആയിക്കോട്ടെ, സൗന്ദര്യം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ആരോഗ്യം വേണ്ട, നടക്കാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമില്ല, കണ്ണ് കാണുന്നതിനും പ്രശ്നമില്ല, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെന്നോടൊപ്പം വന്നു കഴിഞ്ഞാലും ഞാൻ അവരെ കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. കാരണം ജീവിതത്തിൽ വലിയൊരു പരാജയം കഴിഞ്ഞു വന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞ് ആ സമയത്ത് ഒരു കൈത്താങ്ങിന് വേണ്ടി കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല, പൊരുതി നേടിയ വിജയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടെ ഞാൻ ഉണ്ടാവും. ക്ലിയർ ആയോ? രനീഷ് ഭായ് ചെയ്യേണ്ടത് ഐ ഡി എടുക്കുക. വിനിമയോട് പറഞ്ഞ് ഐ ഡി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കുക. ശമന ടീച്ചർ അതിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം സാധനത്തിൽ ക്വാളിറ്റി നോക്കാൻ മാത്രമാണെങ്കിൽ അവർ ഷോപ്പ് വഴി പർച്ചേസ് ചെയ്ത് തരും. അല്ല, ഒരു 1500 മേലെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കൊറിയർ വഴി സാധനം എത്തുന്നുണ്ടാവും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ നേരത്തെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ചോദിച്ചോ. ഇപ്പൊ കാലിക്കറ്റിലുള്ള ഷോപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മളെ പോലെ ഇങ്ങനെ കസ്റ്റമറായി വന്നിട്ട് ഇട്ട ഷോപ്പാണോ അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇട്ട ഷോപ്പാണോ? കമ്പനിക്ക് ആകെ എറണാകുളത്ത് ഒരു ഷോപ്പേ ഉള്ളൂ. അതാണ് ഷോപ്പല്ല, വലിയ വെയർ ഹൗസ് ആണ്. ബ്രാഞ്ച് മാനേജർമാരും അല്ലെങ്കിൽ ട്രെയിനറും എല്ലാം ഉണ്ട് അവിടെ. ഈ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചുകളും ഔട്ട്ലെറ്റുകളും ഇപ്പൊ എനിക്ക് കണ്ണൂർ ബിസിനസ് ഡെവലപ്പ് ഇഷ്ടമായ ഒരു ടീമുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഇപ്പൊ ആലപ്പുഴ, റനീഷ് ഭായ് ആലപ്പുഴ എന്ന് പറഞ്ഞു, ആ ആലപ്പുഴ ജില്ലയിൽ ഷോപ്പില്ല. റനീഷ് ഭായിന് താഴെ 100 കണക്കിന് ആൾക്കാർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഓൺലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റനീഷ് ഭായ് എന്ത് ചെയ്യും, അവിടെ ചെറിയൊരു കട ഓപ്പൺ ആക്കിയിട്ട് അവിടെ സാധനം കൊണ്ടുപോകും. അതാ ഞാൻ ചോദിച്ചത്. അതുപോലെയാണ് ഈ കോഴിക്കോടും രാമനാട്ടുകാരും തിരൂരുള്ള ഓരോ ലീഡർമാര്. പക്ഷെ അവർക്ക് അവിടെ ലാഭമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഒരു കമ്മീഷൻ ഉണ്ട്. ഒരു വീലി അടിച്ചു കൊടുത്താൽ 100-150 രൂപ കിട്ടും. അപ്പോൾ അവർ രാവിലെ വൈകുന്നേരം വരെ വൈഫിനെ അവിടെ കൊണ്ടിരുത്തും. ഇവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങും. വൈഫ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതായിരിക്കും. അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ 10-25,000 രൂപ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും മാസം. അപ്പോൾ അവർ ആക്റ്റീവ് മണി അവർക്ക് അവിടെ കിട്ടും. അത് ലൈഫ് ലോങ് ആണ്. നമ്മളെ ബിസിനസ് ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ബിസിനസ് അവിടെ വന്ന് അടിക്കും. തിരൂർ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും തിരൂർ ഷോപ്പിൽ അടിക്കും. കോഴിക്കോട് ഭാഗത്തുള്ള എല്ലാവരും അവരുടെ പർച്ചേസിംഗും കൂടെ ആണല്ലോ നടക്കുന്നത് നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോ അല്ലേ? അല്ലെങ്കിൽ നമ്മള് രണ്ടും നമുക്ക് സെയിം അല്ലേ? അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് നിങ്ങൾ എങ്ങനെ ചെയ്താൽ സെയിം. നിങ്ങൾ ഐ ഡി ഉപയോഗിച്ച് ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാലും ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് സെയിം ആണ്. ചില ആൾക്കാർക്ക് ഷോപ്പ് കണ്ടാലേ പർച്ചേസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. സാധനം കണ്ടു വാങ്ങിക്കണം എന്നൊക്കെ പറയും. ആദ്യത്തെ പ്രാവശ്യം പറയും, പിന്നെ പറയില്ല. കാരണം ഒരു വിശ്വാസമുണ്ട്, ഇത് നല്ലതാണോ, കമ്പനി ഉള്ളതാണോ, നല്ല പ്രൊഡക്റ്റ്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എല്ലാവരും പറയാം, നിങ്ങൾക്കൊരു 50 രൂപ സോപ്പ് വാങ്ങിക്കാൻ ആരെങ്കിലും പേടിക്കണം. അല്ല, 72 രൂപ പേസ്റ്റ് വാങ്ങിക്കാൻ. നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പേസ്റ്റ് ആയിരിക്കും നമ്മുടെ പേസ്റ്റ്. ഒരു ഉപയോഗത്തിലുള്ള പല്ലുവേദന മാറുന്ന പേസ്റ്റ് നിങ്ങൾക്ക് സെൻസുഡിയം പോലും പറ്റൂല മാഡം, അല്ലേ? ഒരു ഡോക്ടർമാർ പറഞ്ഞ സെൻസുഡിയം പേസ്റ്റ് പോലും ഒരു പ്രാവശ്യം പല്ല് തേച്ചാൽ പല്ലുവേദന മാറില്ല. നമ്മളെ ഗ്രാമ്പൂവിൻ്റെ പേസ്റ്റാണ്. ഗ്രാമ്പൂവിൻ്റെ ഗുണം അറിയാലോ.
അറിയാം. അടിപൊളി സാധനം. ഗ്രാമ്പു പുതിനയൊക്കെ ചേർന്ന പേസ്റ്റാണ്. ഒരൊറ്റ ഉപയോഗത്തിലൂടെ പല്ലുവേദന മാറും. നമ്മളെ കമ്പനിയിലെ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും മേഡത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ പരിചയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ, ഡോക്ടർമാരെ കാണിച്ചിട്ട് മാറാതെ അസുഖമുണ്ടോ, അതുവരെ നമ്മളെ പ്രൊഡക്റ്റിലൂടെ മാറ്റുന്നുണ്ട്, മാറാൻ പറ്റും. ക്യാൻസർ രോഗം വരെ, ഡയാലിസിസ് പേഷ്യൻ്റ് പോലും 10 ലക്ഷത്തിലുണ്ടായ ഒരാൾക്കുണ്ടായ അസുഖം വരെ നമ്മുടെ പ്രൊഡക്റ്റിൽ മാറിയിട്ടില്ല. 10 ലക്ഷത്തിൽ ലോകത്ത് ഒരാൾക്കുണ്ടായ അസുഖം വരെ, 14 വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറാത്ത അസുഖം വരെ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് അറിയോ? ഈ കെമിക്കൽ പ്രൊഡക്റ്റ് നമ്മളെ കമ്പനിയും പരസ്യക്കാരും നമ്മളെ പറ്റിച്ച് നമ്മളെ ജീവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പരസ്യത്തിലൂടെ പറഞ്ഞിട്ട് കെമിക്കൽ പ്രൊഡക്റ്റ് തന്നെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. വില കുറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക. ഓഫറല്ലേ, ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണ്. ആരോഗ്യം നശിക്കുന്ന ആരും ചിന്തിക്കുന്നില്ല. അതിനുശേഷം രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടർമാരെ മത്സരിച്ച് തന്ന് മരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടർമാരെ പുറത്ത് ഫാർമസിസ്റ്റ് വന്നിട്ട് പറയുന്നത് എന്താണ്? മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കൊടുത്തിട്ട് എഴുതി കൊടുക്കാൻ പറയും, കമ്മീഷനാണ്. നമ്മൾ വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇവിടെ ഷുഗർ വന്ന ആൾക്കാർ 10 വർഷമായിട്ടും 15 വർഷമായിട്ടും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? കൊളസ്ട്രോൾ വന്നാലും ഷുഗർ വന്നാലും നമ്മൾ മരുന്ന് ജീവിതകാലം മുഴുവനാണ്. നമ്മുടെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രോഗിയല്ലാതെ ആരോഗ്യത്തോടെ 75, 80, 86 വയസ്സിൽ ഈ ബിസിനസ്സിൽ 5 ലക്ഷം പോലും വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഗവൺമെൻറ് ജോലി റിട്ടയർമെൻറ്റ് ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുകയാണ് 86 വയസ്സിൽ. പയറ് പോലെ നടന്നിട്ട് 10 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കാതെ 86 വയസ്സിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ ബിസിനസ്സിലുണ്ട്. ഹസീന മാഡത്തിൻ്റെ നാട്ടിൽ കോഴിക്കോട് തന്നെ ഒരു ഭാസ്കര സാറുണ്ട്, 78 വയസ്സായി. ഫാർമസിസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാ ഹോസ്പിറ്റലും ഡോക്ടർമാരോടും മെഡിസിൻ മരുന്ന് റെഫർ ചെയ്ത ഫാർമസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കോഴിക്കോടാണ് ബൈക്ക് ആക്സിഡൻറ്റ് വന്ന സമയത്ത് അയാൾ 1.5 വർഷം ബെഡിലായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സമയത്ത്. ഈ 1.5 വർഷം അദ്ദേഹം വാങ്ങിച്ച വരുമാനം 4 ലക്ഷം 5 ലക്ഷം രൂപ മാസ വരുമാനം ഈ ബിസിനസ്സിലൂടെ. അങ്ങനെ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ജോലിയിൽ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബിസിനസ്സിൽ സാധ്യത ചെറുതല്ല, വലിയൊരു ബിസിനസ്സാണ്. നിങ്ങൾ ആരും ചെയ്യാനും ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. അറിയാൻ ശ്രമിക്കൂ, പഠിക്കാൻ ശ്രമിക്കൂ, മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് വെറുതെ ആരുടെയെങ്കിലും വീഡിയോ കണ്ട് സമയം കളയാതെ, സിനിമ കണ്ടിച്ചോ വാർത്ത കണ്ടിച്ചോ 1 രൂപയുടെ പ്രയോജനം നിങ്ങൾക്ക് ആർക്കുമില്ല. പണ്ടത്തെ സിനിമയാണെങ്കിൽ ഓക്കെ, നല്ല സിനിമയാണെന്ന് പറയും. ഇപ്പോഴത്തെ സിനിമ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും മറന്നു പോകുന്ന കഥകളാണ്. വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കും. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഇന്ന കാരണം കൊണ്ട് എനിക്ക് ചെയ്യാൻ മടിയില്ലെന്ന് ആർക്കും പറയുന്നുണ്ടോ? പല കാരണങ്ങളുണ്ടാവും പല ആൾക്കാർക്ക്. ഇതിൽ പല ലേഡീസും ഇത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഹസ്ബൻഡിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അവരിത് വിശ്വസിക്കുമോ? കാരണം ഇന്ന് നാട്ടിൽ പറ്റിപ്പ് മാത്രമേ. സൈനബ പറയും. ശ്വാസം മുട്ടൽ, അലർജി സംബന്ധമായ എന്തെങ്കിലും ആയുർവേദിക്കിന്റെ മരുന്നുണ്ടോ? മരുന്ന് നമ്മളെ ഇഷ്യൂ നിങ്ങൾ ശ്വാസം മുട്ടൽ ഈസിയായി മാറ്റിത്തരാം. മരുന്നുകൾ നമ്മളെ ഇഷ്യൂ. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ഈസിയായി മാറ്റിത്തരാം. സൈനബനെ ഇൻവൈറ്റ് ചെയ്ത ആരാ? സൈനബ ഹാജരയാണ്. ഹാജരക്ക് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഒരു സംവിധാനം ഞാൻ പറഞ്ഞുതരാം. ശ്വാസം മുട്ടലോ, നമ്മൾക്ക് ഇന്ന് പല ആൾക്കാർക്കും നെഞ്ചത്ത് ചെസ്റ്റിൽ കഫൺ ഡ്രൈ ആയി കിടക്കുന്ന അസുഖമുണ്ട്. കഫൺ ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ പല അസുഖങ്ങളും വരും. അത് വരെ മാറ്റാം. കൊറേ മരുന്ന് കുടിച്ചിരിക്കണേ, ഡോക്ടർമാരെ കാണിച്ച് കൊറേ മരുന്ന് കുടിച്ചിട്ട് ഒരു ഹോമിയോ മരുന്നാണ്, അതുകൊണ്ട് ഇടക്കിടക്ക് ശ്വാസം മുട്ടലിന്റെ പ്രശ്നം. ഞാനത് ശരിയാക്കി തരാം. അത് എനിക്കുള്ളതാണ്. ശ്വാസം മുട്ടലൊന്നും എനിക്കില്ല. എനിക്ക് നെഞ്ചത്ത് കഫൺ ഡ്രൈ ആയിട്ട് അത് വരൂല. എത്ര മരുന്ന് കഴിച്ചാലും ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അടിച്ചാൽ പോലും ആ കഫം ഇളകൂല, അവിടെ കിടക്കുക. പക്ഷെ ഇന്ന് ഞാൻ വെസ്റ്റീജിൽ വെച്ച് 3.5 കൊല്ലമായി അത് ഭംഗിയായി കംപ്ലീറ്റ് ക്ലീനായി പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. 3.5 വർഷമായിട്ട് ഒരു മരുന്നുമില്ല, ഒരു ഇഞ്ചക്ഷനും ഇല്ല, ഒന്നുമില്ല. എന്നോട് ജോലി വരെ മതിയാക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോകണ്ട, ഈ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന സാധാരണ ജോലിയാണ്, പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റില്ല. എന്നോട് സിമ്പിളായി ഡോക്ടർ പറഞ്ഞു ആ ജോലി ചെയ്യേണ്ട വേറെ ജോലിക്ക് പോകും. വേറെ ഏത് ജോലിക്ക് പോകും? ഞാൻ ചെയ്യുന്ന ജോലി അത്ര സിമ്പിൾ ജോലിയായിരുന്നു. അത് ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാർ സിമ്പിളായി പറഞ്ഞാൽ. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. 3.5 വർഷമായിട്ട് ഒരു മരുന്നോ ഒന്നും കഴിക്കാറില്ല. ഒരു മരുന്നും, പനി ജലദോഷത്തിന് പോലും മരുന്ന് കഴിക്കാൻ ഞാൻ മാത്രമല്ല, എൻ്റെ വൈഫും മക്കളും ആരും. ഇന്ന് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ഓരോ മാസം കൂടെ പനിയും ജലദോഷം
കഫ് സിറപ്പ് കഴിക്കുന്നു, ആന്റിബയോട്ടിക് കഴിക്കുന്നു, കഫ് സിറപ്പ് കഴിക്കുന്നു. അത് വാശി മത്സരത്തോട് കൊടുക്കും അമ്മമാർ. ഡോക്ടർമാർ തന്നതല്ലേ, ഔഷധം പോലെ കൊടുത്തോണ്ടിരിക്കുക കഫ് സിറപ്പൊക്കെ. അതൊക്കെ എത്ര ഡേഞ്ചറാണെന്നറിയോ? ഒരു മരുന്നും വേണ്ട, ഒരു മെഡിസിനും കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾക്ക്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം വെസ്റ്റീജിന്റെ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആരോഗ്യത്തോടെ അതുപോലെ മുടിക്കൊഴിച്ചിലിന്റെ എന്തെങ്കിലും ആയുർവേദിക് മരുന്ന് മുടിക്കൊഴിച്ചിൽ നമ്മളെ കയ്യിൽ മരുന്നില്ല. എപ്പോൾ ശ്രദ്ധിക്കുക, മരുന്നല്ല. മുടി കൊഴിച്ചിൽ പല കാരണങ്ങൾ മുടി കൊഴിച്ചിൽ വരാം. ഒന്നിക്കിൽ തലയിൽ താരനുണ്ടെങ്കിൽ മുടി കൊഴിയും, നല്ല താരനുണ്ടെങ്കിൽ മുടി കൊഴിയും. അല്ല എങ്കിൽ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസിന്റെ അളവ് കുറവാണെങ്കിൽ മുടി കൊഴിയും, ബയോട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ മുടി കൊഴിയും. അങ്ങനെ പല കാരണങ്ങളാൽ മുടി കൊഴിച്ചിലുണ്ടാവും. ഇതിന് ആദ്യം നമ്മൾ ഹെയർ ഓയിലും ഷാമ്പു ഉപയോഗിച്ച് നോക്കുക. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് കംപ്ലീറ്റ് പോകും, മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ആവും, മുടി വളരും. അതിലും നിൽക്കുന്നില്ല എങ്കിൽ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക. ഹെയർ സ്കിൻ നെയിൽ സപ്ലിമെന്റ്സ് ഉണ്ട്, ബയോട്ടിൻ സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ വരും. ഇത് നിങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചലഞ്ചസും പ്രോബ്ലംസും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് വന്ന്, ഈ കുടുംബത്തിലേക്ക് വന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഫാമിലിയെ പോലെ തിരിച്ചറിയാൻ നോക്കുക കേട്ടോ. ആജിറ മേഡം ഇൻവൈറ്റ് ചെയ്തേ, സൈനബേന. ആജിലൊക്കെ വളരെ സീരിയസ് ആയി ബിസിനസ് ചെയ്യുന്നവരാണ്, അവർക്ക് ഇത് നന്നായിട്ട് അറിയാം. അവരെ കൂടെ നിൽക്കുക കേട്ടോ. ഖദീജ മേഡം എന്ന് ചോദിക്കണം. സനൂജ എന്ന് ചോദിച്ചു. സനൂജ, എല്ലാവരും സംശയം ചോദിക്കുന്നുണ്ടല്ലോ. സനൂജ ചോദിക്കൂ. സനൂജനെ ഇൻവൈറ്റ് ചെയ്ത് ആരാണെന്ന് ഇതിനകത്തുണ്ടോ? എല്ലാ മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. സനൂജനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഓക്കെ, സനൂജ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ. സനൂജ, നിങ്ങൾക്ക് വിജയിക്കണോ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയും. ബിന്ദു, വൈകുന്നേരത്തെ മീറ്റിംഗിൽ സനൂജനെ ഉൾപ്പെടുത്തണേ. നമ്മൾ എല്ലാവരും രോഗികളായതിനു ശേഷം ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ മുട്ടുവേദന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര ആൾക്കാർ നാട്ടിൽ മുട്ടുവേദന അനുഭവപ്പെടുന്നുണ്ട്? പ്രായമായ ആൾക്കാരും ലേഡീസൊക്കെ മുട്ടുവേദന വരുമ്പോൾ ഡോക്ടർമാരെ കാണിക്കുന്നുണ്ടാവും. കുറേ ആയുർവേദം കാണിക്കും, പല മേഖലയും കാണിക്കും. ലാസ്റ്റ് പെയിൻ കില്ലർ കഴിക്കും, പെയിൻ കില്ലർ കഴിച്ച് വേദന മാറ്റും. അവസാനം ഡോക്ടർ പറയുന്ന ഒരു വാക്കുണ്ട്, രക്ഷയില്ല, ഇനി സർജറി ചെയ്തേ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് ഒരു മുട്ടിൻ്റെ സർജറി ചെയ്യും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത മുട്ടിന് തുടങ്ങും. അത് ഇതേപോലെ പെയിൻ കില്ലർ കഴിക്കും, ആ മുട്ടും സർജറി ചെയ്യും. പിന്നെ ഏകദേശം നടക്കേണ്ട കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. ഒരു സർജറിയും ചെയ്യണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളെ മുട്ടുവേദന മാറ്റാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ എന്ന് പറഞ്ഞ സപ്ലിമെൻ്റ് ഉണ്ട്. ഒരു 540 600 രൂപയായിട്ടേ ഉള്ളൂ. അത് ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ കൂടെ കാൽസ്യം, എല്ലിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി കാൽസ്യം കൂടെ കഴിക്കുക. കാൽസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തരുന്ന കാൽസ്യം അല്ല കേട്ടോ. ഇത് മാഗ്നീഷ്യം അടങ്ങിയ കാൽസ്യമാണ്, അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്, ഒരു കുഴപ്പമില്ലാതെ. മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യവും വൈറ്റമിൻ സിയും ഒമേഗ 3യും കഴിക്കാതിരിക്കുക മാക്സിമം. നാച്ചുറൽ ആയിട്ട് ഒമേഗ 3 നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒമേഗ 3 ആണ്. ഓക്കെ, ഇതിലൊക്കെ വന്ന് കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ 100% ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു ജനത, നമ്മുടെ ഫാമിലിയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, പാരൻസിനെ, അച്ഛനമ്മമാർക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ സമൂഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. കമ്പനിയുടെ പേര് തന്നെ വെസ്റ്റീജ് വിഷ് യു വെൽത്താ പറഞ്ഞ് ആരോഗ്യത്തോടു കൂടി സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളെ വിഷമിപ്പിക്കാതെ, ആരെ കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സാധനം നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യിപ്പിക്കരുത്. ഒരാളുടെ പൈസയും കളയരുത്, നിങ്ങളെ പൈസയും കളയരുത്. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം വാങ്ങിക്കുക, ഉപയോഗിക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ സഹോദരിക്കോ സഹോദരനോ ഫ്രണ്ട്സിനോ കൊടുക്കാൻ വാങ്ങിക്കാം, അവർക്ക് കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിർബന്ധിച്ച് ഒരാളെയും കൊടുപ്പിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് അത്രയ്ക്കും വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്, ആരും നിർബന്ധിക്കേണ്ട. ഒരു പ്രാവശ്യം ആ വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ അവരിതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറാവും. ഒരു വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരിതിൻ്റെ ലൈഫ് ലോങ് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഓൺട്രപ്രണറായി മാറുന്നുണ്ടാവും. 3.5 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഓൺട്രപ്രണറായി മാറാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 10 രൂപ പോലും വണ്ടി കൂലി കൊടുത്ത് പുറത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രം മതി. ഉച്ചയ്ക്ക് 2 മണിക്ക് 1 മണിക്കൂർ, 5 മണിക്ക് 1 മണിക്കൂർ, രാത്രി 9 മണിക്ക് 1 മണിക്കൂർ, ഈ 3 മണിക്കൂർ
മാത്രം ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പാർട്ട് ടൈമായിട്ട് തുടങ്ങുക, നിങ്ങളെ ജോലിയോടൊപ്പം ചെയ്യാം, വീട്ടു ജോലിയോടൊപ്പം ചെയ്യാം, പഠനത്തോടൊപ്പം ചെയ്യാം, ആർക്ക് വേണമെങ്കിലും. ഇതിൽ ഞാൻ റെഡിയാണ്, എനിക്ക് ഇതിലൂടെ വിജയിക്കണം, എനിക്കൊരു വരുമാനം വേണം, ലക്ഷറി ലൈഫ് വേണം, വിദേശ യാത്ര പോകണം, നല്ലൊരു കാറ് വാങ്ങിക്കണം, ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിലെല്ലാം ഇവിടെ പോസിബിലിറ്റിയാണ്. കമ്പനി നിങ്ങളോടൊപ്പം ഉണ്ടാവും. നെക്സ്റ്റ് ജനറേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും ഈ കിട്ടുന്ന വരുമാനം അതേപോലെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കളിലേക്ക് 5 ലക്ഷം 10 ലക്ഷം ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്. ഒരു ജോലിയിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല, സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിലും അത് കിട്ടില്ല. സീരിയസ് ആവാൻ ശ്രമിക്കുക, പ്രയോറിറ്റി കൊടുക്കുക. പല ആൾക്കാരും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ തന്നെ മുള്ളുമേൽ ഇരിക്കുന്ന പോലെ വരിക. കാരണം എന്തുകൊണ്ടാണ്? പല നാട്ടിലെ ഉടായ്പും തട്ടിപ്പുകളും പോയി തലവെച്ച് കൊടുത്ത് പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് 95% ആൾക്കാരും കേരളത്തിലുള്ളത്. എല്ലാത്തിനും പോയി തലവെച്ച് കൊടുത്തിരിക്കുക. പെട്ടെന്ന് പൈസ കിട്ടുന്നതും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ വേണം, അതാണ് അതിൻ്റെ പിറകെ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. ആരെ കൊണ്ട് സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രതീക്ഷിക്കരുത്. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന വ്യക്തികളും അവരെ വീട്ടിലേക്ക് ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ.